السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لك الحمد ولك الشكر يا الله. اللهم صل على محمد وعلى آل محمد وصل عليه جميع الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد فاتقوا الله يا عباد الله. عن أبي موسى رضي الله عنه قال رسول الله صلى الله عليه وسلم كان يوم عاشوراء تعده اليهود عيدا. قال رسول الله صلى الله عليه وسلم فصوموه وأنتم متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. എന്താണ് മുഹറം മാസത്തിന്റെ പ്രത്യേകത? അല്ലാഹു ആദരിച്ചതിനെ നാം ആദരിക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ നാം ബഹുമാനിക്കണം. എന്തിനാണ്? ഫഇന്നഹാ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ അടയാളമാണ്. അത്രയുള്ളൂ. തഖ്വയാണ് ജീവിതത്തിന്റെ വിജയപാത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാന ആശൂറ, മുഹറം മാസത്തിലെ 10ാമത്തെ ദിനത്തിനാണ് ആശൂറ എന്ന് പറയുന്നത്. 9-ന് താസൂഅ എന്നാണ് അറിയപ്പെടുക. ആശൂറയുടെ ദിനം തഅദ്ദുൽ യഹൂദ്, ജൂത വിഭാഗം എണ്ണിയിരുന്നത്, കണക്കാക്കിയിരുന്നത് അൽ ഈദൻ, പെരുന്നാളായിട്ടാണ്. ജൂത വിഭാഗം ആ മുഹറം 10 ആഘോഷിക്കുമായിരുന്നു. പഠിക്കേണ്ട ഒരു വിഷയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് 2 മക്കളാണ്. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും 2 ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും. ചരിത്രപരമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ 13ാമത്തെ വയസ്സിലാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമ ജനിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചരിത്രമായതുകൊണ്ട്, ഖുർആൻ ഹദീസുമല്ല. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബിയുടെ, ഈ പ്രവാചകന്മാരുടെ 2 മക്കളിലൂടെയാണ് പിന്നെ പ്രവാചക പരമ്പര വരുന്നത്. മൊത്തം പ്രവാചക പരമ്പരയാണ്. അതിലൊരു പ്രവാചകന്റെ പരമ്പര ഈസാ നബി അലൈഹിസ്സലാമിൽ അവസാനിച്ച് മുഹമ്മദ് നബിയിൽ സമാപനം കുറിച്ചു. അതാണ് പ്രവാചക പരമ്പര. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം അറിയപ്പെടുന്നത് ബനു ഇസ്രാഈൽ എന്നാണ്. ഇസ്രായേലിന്റെ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അന്ന് ഇന്നും ഖുർആൻ ചരിത്രം. പക്ഷെ ജൂതന്മാര് മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്താണ് അംഗീകരിക്കുക. അത് വേറെ ചരിത്രമാണ്. പക്ഷെ മുസ്ലിമീങ്ങളായ നമ്മൾ മൂസാ നബിയുടെ ശരീഅത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ശരീഅത്തും അംഗീകരിക്കണം. അത് വിശാലമായ ചരിത്രമാണ്. ഈ പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. വിശാലമായ ചരിത്രമാണ്. ജൂതന്മാര് മോശാ പ്രവാചകന്റെ ശരീഅത്താണ് അംഗീകരിക്കുക. അതുകൊണ്ട് തന്നെ മുഹറം 10 വന്നാൽ മുസ്ലിമീങ്ങളെക്കാൾ, ഷിയാക്കളെക്കാൾ ആഘോഷം ജൂതന്മാർക്കാണ്. ഇപ്പൊ ഞാൻ 1ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്തില്ലേ, അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല ഈസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്.
യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ കാന ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന. ഈസാ നബി അലൈഹിസ്സലാമയുടെ ശിഷ്യന്മാരെ ബൈബിളിൽ എന്താ പറഞ്ഞത്? ഇസ്രായേൽ സമൂഹം എന്നല്ലേ. ഖുർആൻ പറഞ്ഞ അവരെ കുറിച്ച് ഹവാരിയീങ്ങൾ എന്നാണ്. ഇതൊക്കെ പഠിക്കേണ്ട ചരിത്രങ്ങളാണ്, വിശാലമായ ചരിത്രമാണത്. ഈസാ നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഹവാരിയീങ്ങൾ എന്നാണ്. ഈസാ നബി അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാ സഹായിക്കുക? അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹുവിനെ ഞങ്ങൾ സഹായിക്കും. കണ്ടോ, വല്ലാത്ത ചരിത്രമാണത്. പറഞ്ഞു വന്നത്, ആ ജൂതന്മാര് മുഹറം 10 ആഘോഷിച്ചു. ഷിയാക്കൾ വേണ്ടാത്ത ആഘോഷങ്ങളിലേക്ക് പോയി. ഇപ്പൊ നടക്ക് കാണാൻ കഴിയും. രക്തം ചീന്തി അലി വലിയുള്ളാനെ വിളിച്ച്, നിങ്ങൾക്ക് അറിയാലോ, ഗൾഫിൽ പോയ ആൾക്കാർക്ക് നേരിട്ട് കണ്ട ആൾക്കാരങ്ങളൊക്കെ. വല്ലാത്തൊരു ഇസ്ലാമികമല്ലാത്ത പ്രാകൃതമല്ലാത്തൊരു ആഘോഷമാണ്. ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്തിനെ മുറുകെ പിടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മുഹറം 10 നമ്മൾ എന്തിനാ നോമ്പ് പിടിക്കുന്നത്? മാതൃക വേണ്ടേ? വേണം. എന്താ മാതൃക? മൂസാ നബി അലൈഹിസ്സലാമയാണ് ആദ്യമായി, പഠിച്ചോ, മൂസാ നബി അലൈഹിസ്സലാമയാണ് ആദ്യമായി മുഹറം 10 നോമ്പ് പിടിച്ചത്. മനസ്സിലായ? മൂസാ നബി അലൈഹിസ്സലാമ ചെങ്കടലിലേക്ക് വരുന്നു, ശിഷ്യന്മാരും വരുന്നു. ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസ, ശിഷ്യന്മാർ ചോദിച്ചു, മൂസ, നീ പറഞ്ഞ ഏക ഇലാഹിനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് വർധനകൾ കിട്ടുക. ഇപ്പൊ ചെങ്കടലാണ്, തൊട്ടുപുറകിൽ ഫിർഔൻ, എന്താ ചെയ്യേണ്ടത്? മൂസാ നബി പറഞ്ഞു, വിഷമിക്കണ്ട, പടച്ചവൻ വഴി കാണിക്കും. ജിബ്രീൽ വന്നു, മൂസയോട് ചോദിച്ചു, എന്താ കയ്യിൽ? അന്ന് ചോദിച്ചു, എന്താ കയ്യിൽ? വടിയാണ്. അടിക്കാൻ പറഞ്ഞു, സമുദ്രത്തിൽ അടിക്കടാന്ന് പറഞ്ഞു. അടിച്ചു, 2 ഭാഗങ്ങളിലേക്ക് മാറി. മൂസയോട് പറഞ്ഞു, രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു മൂസാ നബി അലൈഹിസ്സലാം. സൂറത്തുൽ ഖസസിലുണ്ട്. ആ രക്ഷപ്പെട്ടെത്തുന്നത് പ്രഭാതവേളയിലാണ്. ചരിത്രം പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അവിടെ നന്ദിയായി ആദ്യം മുഹറം 10 നോമ്പ് പിടിച്ചത് മൂസാ നബിയാണ്. അതാ മൂസാ നബിയുടെ ശരീഅത്തും മുഹമ്മദ് നബിയുടെ ശരീഅത്തും. മനസ്സിലായോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആഘോഷമല്ല, ആചാരങ്ങളല്ല, ഖുർആന്റെ കൽപ്പനയും. റസൂൽ പറഞ്ഞു, ഫസൂമു, നിങ്ങൾ മുഹറം 10 നോമ്പ് പിടിക്കണേ, മുഹറം 9 നോമ്പ് പിടിക്കണേ. എന്റെ ചര്യ സുന്നത്താണ്, ആ സുന്നത്തിന് മുറുകെ പിടിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് മുഹറം 9 നാളെയാണ്. കുടുംബത്തോടൊപ്പം പിടിക്കാൻ പറയണം. മുഹറം 10 വെള്ളിയാഴ്ചയാണ്. പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുമ്പോഴാണ് നമ്മളും സ്വഹാബികളായി മാറുന്നത്, കൂട്ടുകാരായിട്ട് മാറുന്നത്, ഖുർആനിന്റെ സുന്നത്തിന്റെ അഹ്ലുസുന്നയുടെ അഹ്ലുകാരായി മാറുന്നത്. റഹ്മാനായ റബ്ബ് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, കൂടപ്പുറപ്പുകൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇസ്ലാഹി നേതാക്കന്മാരും പണ്ഡിതന്മാരും പലരും ഖബറിലാണ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാരക രോഗത്തിൽ വിഷമിക്കുന്നവർ, പടച്ചവനെ, പ്രകൃതിപരമായിട്ട് മാറാവ്യാധികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പരിപൂർണമായി ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ വാഹനത്തിലും അല്ലാതെയും ഒക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പുഞ്ചിരിയോടുകൂടി സഞ്ചരിക്കുന്നവരാണ്. ആപത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും നീ നൽകണേ റഹ്മാനെ. കടം വരുന്ന കച്ചവടം തരല്ല റഹ്മാനെ. ഞങ്ങളുടെ മയ്യത്ത് നീ കടമുള്ള മയ്യത്താക്കല്ല റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر لوالدي رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.